ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ തേവയ്ക്കൽ എന്ന് പറയുന്ന സ്ഥലം എല്ലാവർക്കും അറിയുന്നതാണ്. കാക്കനാട് തേവയ്ക്കലിനടുത്തായിട്ടാണ്. നമുക്ക് ഇൻഫോ പാർക്കിലേക്ക് ഇവിടെ നിന്ന് വെറും 7 കിലോമീറ്റർ ഉള്ളൂ. ഈസി ആയിട്ട് ഇൻഫോ പാർക്കിലേക്ക് എത്താം. കാക്കനാട് തേവയ്ക്കലിനും ഇൻഫോ പാർക്കിനും ഒക്കെ ഇടയ്ക്കായിട്ടുള്ള ഒരു വീടാണ് പരിചയപ്പെടുന്നത്. മെയിൻ റോഡിലേക്ക് ഈസി ആയിട്ട് എത്താം. ഇതിന്റെ എലിവേഷൻ നിങ്ങൾ കണ്ടതാണ്. ഒന്നുകൂടെ കാണുമ്പോഴേക്കും ഇവിടെ നിന്നും ഓരോ സ്ഥലങ്ങളിലേക്കുള്ള ഡിസ്റ്റൻസ് നോക്കാം. ഇൻഫോ പാർക്കിലേക്ക് ഞാൻ പറഞ്ഞിരുന്നു 7 കിലോമീറ്റർ ആണ് വരുന്നത്. ഇടപ്പള്ളി ഭാഗത്തേക്ക് ലുലു മാളിന്റെ ഭാഗത്തേക്ക് പോകണമെങ്കിൽ വെറും 10 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് പോകണമെങ്കിൽ നമുക്ക് 19 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. നല്ല സ്കൂൾ നോക്കുവാണെങ്കിൽ നമുക്ക് വിദ്യോദയ സ്കൂളിലേക്ക് ഇവിടെ നിന്ന് 1.5 കിലോമീറ്റർ 1.5 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. ചാരിറ്റർ സ്കൂളിലേക്കാണെന്നുണ്ടെങ്കിലും ഇന്റർനാഷണൽ കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂളിലേക്കാണെന്നുണ്ടെങ്കിലും ഒക്കെ നമുക്ക് ഈസി ആയിട്ട് എത്താവുന്നതാണ്. ഹോസ്പിറ്റലുകൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ സൺറൈസിലേക്ക് നമുക്ക് ഈസി ആക്സസ് ആണ്. കളമശ്ശേരി മെഡിക്കൽ കോളേജ്, രാജഗിരി എന്നിവിടങ്ങളിലേക്ക് നമുക്ക് വളരെ ഈസി ആയിട്ട് എത്താവുന്നതാണ്. വെസ്റ്റ് ഫേസിംഗ് ആയിട്ട് സ്ഥിതി ചെയ്യുന്ന ഭംഗിയുള്ള ഒരു വീടാണ്. ഒരു വില്ല പ്രൊജക്ട് ആണ്. ഒരുപാട് വീടുകൾ ഇതിന് ചുറ്റിനുമുണ്ട്. എല്ലാ വീടുകളിലും തന്നെ ആളുകൾ താമസമായ വീടുകളൊക്കെ തന്നെയാണ്. പരിസര വീടുകളുടെ എല്ലാം തന്നെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഈ ഒരു വീട് എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ട് ഫുള്ളി ഫിനിഷ്ഡ് ആയിട്ട് നിങ്ങളെ കാത്തിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ഈ വില്ലയുടെ ഫ്രണ്ടിലൂടെ പോകുന്ന റോഡ് നോക്കിക്കോളൂ. ടാർ റോഡ് തന്നെയാണ്. 4.5 മീറ്റർ വീതിയുള്ള നല്ല വീതിയുള്ള റോഡ് തന്നെയാണ് ഇതിന്റെ ഫ്രണ്ടിലൂടെ പോകുന്നത്. വീടിന്റെ മതിൽ നമ്മൾ നോക്കുവാണെങ്കിൽ വൈറ്റ് കളർ പെയിന്റും ചെറിയൊരു ഗ്രേ ഷെയ്ഡും കൂടിയാണ് വരുന്നത്. മെയിൻ 2 പില്ലറുകളിൽ കോപ്പർ കളറുള്ള ടെക്സ്ചർ വർക്ക് വരുന്നുണ്ട്. അതുകൂടാതെ മതിലൊരു ചെറിയ GA പൈപ്പിന്റെ ഡിസൈനും കൊടുത്തിട്ടുണ്ട്. മെയിൻ 2 പില്ലറുകളിൽ വന്നിട്ട് നല്ല 2 ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. ഗേറ്റിന്റെ ഡിസൈൻ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. തുറന്നു വെച്ചിരിക്കുന്ന ഒരു ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ ഗേറ്റ് കാണാം. അതിന് ആ സെയിം ഡിസൈൻ തന്നെയാണ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഗേറ്റിന് വരുന്നത്. ഗേറ്റിന്റെ ഒരു പോർഷൻ വന്ന് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സ്ലൈഡ് ചെയ്തിട്ട് നീക്കി വെച്ചിരിക്കുകയാണ്. നമുക്ക് ഇവിടെ 2018 ഫ്ലഡ് എഫക്ട് ചെയ്യാത്ത നല്ലൊരു ഏരിയയിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല ഹൈറ്റ് ഉള്ള ഏരിയ ആണ്. ഒരു കാലത്തും ഒരു തരത്തിലും ഇവിടെ വെള്ളം കിട്ടുന്ന പ്രശ്നം ഉണ്ടാവുന്ന ഒരു ഏരിയ അല്ല എന്നുള്ളത് നിങ്ങൾക്ക് ആരോട് ചോദിക്കണം. നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് നോക്കിയാൽ അറിയാൻ പറ്റും. മെയിൻ നമ്മുടെ ഗേറ്റ് തുറന്നിട്ട് നമ്മൾ നേരെ കടന്നു വരുമ്പോൾ ഇവിടെ വലിയൊരു മുറ്റമാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അത് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോൺസ് വിരിച്ചിട്ട് അതിനിടയിലൊക്കെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ നേരെ ഗേറ്റ് തുറന്നു വരുന്നത് കവേർഡ് ആയിട്ടുള്ള നമ്മുടെ ഒരു കാർ പോർച്ചിലേക്കാണ്. കാർ പോർച്ചിന്റെ അളവ് നോക്കുവാണെന്നുണ്ടെങ്കിൽ 16 അടി നീളവും 9 അടി വീതിയുമാണ് വരുന്നത്. 16 ഫീറ്റ് ലെങ്ത്തും 9 ഫീറ്റ് വിഡ്ത്തും ഉള്ള ഒരു കാർ പോർച്ചിലേക്കാണ് നമ്മൾ നേരെ കടന്നു വരുന്നത്. ഇലക്ട്രിക് വെഹിക്കിൾസ് ചാർജ് ചെയ്യാനായിട്ട് അവിടെ ചാർജിംഗ് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. കാർ പോർച്ചിന്റെ പില്ലർ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത് വരുന്ന പില്ലർ കംപ്ലീറ്റ് ആയിട്ട് ക്ലാഡിംഗ് സ്റ്റോൺസ് ആണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ വീടിന്റെ എലിവേഷൻ ഓൾറെഡി കണ്ടതുകൊണ്ട് ഞാൻ വീട് അത് കാണിച്ചിട്ട് അതിന്റെ ആ ഒരു നമ്മുടെ വീഡിയോയുടെ ലെങ്ത് കൂട്ടുന്നില്ല. നിങ്ങൾക്കും അത് ബോറിംഗ് ആണ്. വീടിന്റെ എലിവേഷൻ ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പുറത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ആ ഒരു കോപ്പർ കളറിന്റെ ഫിനിഷോട് കൂടിയിട്ടുള്ള ടെക്സ്ചർ വർക്ക് വരുന്നുണ്ട്. വീട് കംപ്ലീറ്റ് ആയിട്ട് തന്നെ LED ലൈറ്റ് ഫിറ്റിംഗ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു നമ്മുടെ ക്ലാഡിംഗ് സ്റ്റോൺസ് ഒട്ടിച്ചിരിക്കുന്ന പില്ലർ ഏറ്റവും മുകളിൽ വരെ കണ്ടിന്യൂ ചെയ്ത് സെയിം ഡിസൈൻ തന്നെയാണ് ഫോളോ ചെയ്ത് വന്നിരിക്കുന്നത്. കാർ പോർച്ചിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. നമ്മുടെ ഒന്നാമത്തെ കാർ നമുക്ക് ഇവിടെയാണ് പാർക്ക് ചെയ്യാൻ പറ്റുന്നത്. ഒന്നാമത്തെ കാർ പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു കാർ പോർച്ചിന്റെ സൈഡിലൂടെ നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ പകുതി വെച്ചിട്ട് അത് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. CNC കട്ടിക്കുന്ന ഒരു ഡോർ നിങ്ങൾക്ക് അവിടെ കാണാം. ആ ഡോർ എവിടേക്കുള്ളതാണെന്നുള്ളതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് വീടിന് അകത്ത് പോയിട്ട് ഡൈനിങ് ഹാളിൽ നിന്ന് നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണാൻ പറ്റുന്നതാണ്. രണ്ടാമത്തെ കാർ നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ കാണുന്ന ഭാഗത്താണ്. വീടിന് നമ്മൾ ഗേറ്റ് തുറന്നു വന്ന് റൈറ്റ് സൈഡിലായിട്ടാണ് രണ്ടാമത്തെ കാർ പാർക്ക് ചെയ്യാൻ പറ്റുന്നത്. 1ഉം 2ഉം കാറുകളും 2 വീലറും ഒക്കെ വെക്കാനായിട്ടുള്ള സ്പേസ് നിങ്ങൾ കണ്ടു. നേരെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കിണർ കാണാൻ പറ്റുന്നുണ്ട്. സൗത്ത് വെസ്റ്റ് ഭാഗത്തായിട്ടാണ്, തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് കിണറിന്റെ സ്ഥാനം വരുന്നത്. വാസ്തുപരമായിട്ടാണ് ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കിണറിന്റെ സൈഡിലൂടെ നമ്മൾ നേരെ പോകുമ്പോൾ കാണാം, ബാക്ക് സൈഡിലേക്ക് പോകുമ്പോൾ ഇവിടെയെല്ലാം തന്നെ ബേബി മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്.
ആളുകൾക്ക് കടന്നു പോകാനുള്ള സ്പേസ് ഇട്ടിട്ട് തന്നെയാണ് ഈ ഭാഗത്തെല്ലാം തന്നെ ബേബി മെറ്റിൽ വിരിച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ ടേൺ ചെയ്ത് നേരെ വീടിന്റെ ബാക്ക് സൈഡിലേക്കാണ് പോകുന്നത്. അവിടേക്ക് പോകുമ്പോൾ കുറച്ചും കൂടെ വീതി കൂടിയ ഏരിയയാണ്. അത് എൻഡ് ചെയ്യുന്നത് വർക്ക് ഏരിയയുടെ സ്പേസിലാണ്. വീടിന്റെ സിറ്റ് ഔട്ട് ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് വിരിച്ചിരിക്കുന്നത്. ചെറിയൊരു സിറ്റ് ഔട്ട് ആണ്. 2 ചെയറാണ് നമുക്ക് ഇടാനുള്ള സ്പേസ് കിട്ടുന്നത്. ഞാൻ നിൽക്കുന്ന സിറ്റ് ഔട്ടിന്റെ നേരെ റൂഫിലേക്ക് നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ടുള്ള ചെറിയ 2 LED ലൈറ്റുകളും നീളത്തിലുള്ള LED സ്ട്രിപ്പുകളും ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. അത് കൂടാതെ നമ്മുടെ സിറ്റ് ഔട്ടിന്റെ മുകളിലും കാർ പോർച്ചിന്റെ സൈഡിലും എല്ലാം മുകളിൽ കംപ്ലീറ്റ് ആയിട്ട് GA പൈപ്പ് കൊണ്ട് നല്ലൊരു ഡിസൈനും കൊടുത്തിട്ടുണ്ട്. വീടിന്റെ മെയിൻ ഡോർ നോക്കുകയാണെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞിരുന്നു വെസ്റ്റ് ഫേസിംഗ് ആയിട്ടാണ്, പടിഞ്ഞാറോട്ടാണ് വീടിന്റെ മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത്. ഒറ്റപ്പാളിയിൽ അത്യാവശ്യം നല്ല ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടാണ് ഡോർ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഡോർ നമ്മൾ കണ്ടു. മരങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ ആഞ്ഞലിയിലും മഹാഗണിയിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്ന് നേരെ വരുമ്പോൾ നമുക്ക് ലെങ്തി ആയിട്ടുള്ള ഒരു ലിവിംഗ് സ്പേസ് ആണ് ഇവിടെ കിട്ടുന്നത്. വൈറ്റ് കളറാണ് ടൈല് വരുന്നത്. ചെറിയൊരു ഡിസൈനും കൂടി അതിനകത്ത് വരുന്നുണ്ട്. നമ്മൾ ഡോർ തുറന്ന് നേരെ വന്നപ്പോൾ ഡോറിന്റെ അടുത്തായിട്ട് തന്നെ 3 വിൻഡോസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പുറത്തേക്ക് പ്രൊജക്ട് ചെയ്ത ഭാഗങ്ങളെല്ലാം മൾട്ടിവുഡ് കൊണ്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്ത് കാണുന്ന വോൾ നോക്കിക്കോളൂ. കംപ്ലീറ്റ് ആയിട്ട് നല്ല ഭംഗിയുള്ള ഡിസൈനുള്ള വാൾപേപ്പർ ആണ് ചെയ്തിരിക്കുന്നത്. ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് ലിവിംഗ് സ്പേസ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും ടോപ്പിൽ നോക്കിയാൽ കാണാം നല്ല ഭംഗിയായിട്ടൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡും യെല്ലോ കോമ്പിനേഷനും വരുന്ന ഭംഗിയുള്ളൊരു ഷാൻലിയർ ആണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ ഡബിൾ ഹൈറ്റഡ് വരുന്ന ആ റൂഫിലെല്ലാം നിറയെ വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെയാണ് കാണുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് TV വെക്കാനുള്ള അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ടിൽ നമുക്കൊരു വാൾപേപ്പർ വരുന്നുണ്ട്. TV വെക്കാനുള്ള മെയിൻ ബോർഡ് വന്നിട്ട് ഗ്രേ ആണ്. അതിന്റെ ബാക്ക് സൈഡിൽ നോക്കിയാൽ കാണാം ഗ്രേ ഷെയ്ഡിൽ തന്നെ PVC പാനലിംഗ് കൊടുത്തിട്ടുണ്ട്. മൾട്ടിവുഡ് കൊണ്ട് ഒരുപാട് ഷെൽഫുകൾ ചെയ്തിട്ടുണ്ട്. താഴെ ക്ലോസ് ആയിട്ടുള്ള ഷെൽഫുകളും ചെയ്തിട്ടുണ്ട്. TV യൂണിറ്റിന്റെ മുകൾ ഭാഗത്തൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ചെറിയ LED ബൾബുകളാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഡോർ തുറന്ന് നേരെ വന്ന സമയത്ത് അതിന് നേരെ മുകളിലേക്ക് നോക്കുവാണെങ്കിൽ ബ്ലാക്ക് കളറിലുള്ള PVC പാനലിംഗ് ചെയ്തിട്ട് അതിനിടയിലെല്ലാം ചെറിയ LED ലൈറ്റ് ഫിറ്റിംഗ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഈ ഒരു ഭാഗത്തേക്ക് പോയാൽ ഡൈനിങ് ആണ്. നമ്മൾ നേരെ ഈ ഒരു സൈഡിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റെയർ കേസിന്റെ സ്റ്റെപ്പ് ഒക്കെ വന്നിട്ട് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ താഴെയുള്ള ഭാഗങ്ങളെല്ലാം നമുക്ക് ഇൻവെർട്ടർ ഒക്കെ വെക്കാനോ മറ്റെന്തെങ്കിലും സാധനങ്ങൾ സൂക്ഷിക്കാനോ ഒക്കെ ആയിട്ട് മൾട്ടിവുഡ് കൊണ്ട് കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് നമുക്ക് ചെറിയൊരു വർക്ക് സ്റ്റേഷൻ ടേബിൾ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് റീഡിംഗ് പർപ്പസിനും ലാപ്ടോപ്പ് വെച്ച് വർക്ക് ചെയ്യാനൊക്കെ നല്ലൊരു സ്യൂട്ടായ ഏരിയ തന്നെയാണ്. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയാലും കാണാം ഭംഗിയായിട്ട് വാൾപേപ്പർ ഒട്ടിച്ചിട്ടുണ്ട്. ഡോസും ഡോറുകളും ഒക്കെ വെച്ചിട്ട് നല്ലൊരു ഫെസിലിറ്റിയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ നിന്നാണ് ഒന്നാമത്തെ ബെഡ്റൂം വരുന്നത്. ഡോറിന്റെ പാറ്റേൺ വന്നിട്ട് ഇങ്ങനെയാണ്. ഇതിന്റെ കണ്ടിന്യൂ ചെയ്യുന്ന പുറത്തുള്ള ഭാഗങ്ങളെല്ലാം നല്ല രീതിയിൽ സേഫ് ആയിട്ടും ഭംഗിയായിട്ടും ഒക്കെയാണ് കവർ ചെയ്തിരിക്കുന്നത്. ഈ ബെഡ്റൂമിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഇതിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 13-10 ഫീറ്റിലാണ് ഈ കാണുന്ന ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. നേരെ നമ്മൾ വരുമ്പോൾ തന്നെ നമുക്കിവിടെ 3 വിൻഡോസ് വിസിബിൾ ആണ്. ഈ ഭാഗത്ത് 2 സിംഗിൾ വിൻഡോസും ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ വാർഡ്രോബ് വന്നിട്ട് ഈ ഒരു ഭാഗത്താണ്. മൾട്ടിവുഡിൽ വുഡൻ കളർ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. മുകൾ ഭാഗത്തുള്ള കബോർഡുകൾക്കൊക്കെ വൈറ്റ് കളറുമാണ് കൊടുത്തിരിക്കുന്നത്. ഡ്രസ്സിംഗ് ടേബിൾ കൂടി അറ്റാച്ച് ചെയ്തിട്ട് നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ട് തന്നെയാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിലും പാനലിംഗ് വർക്കുകളും LED സ്ട്രിപ്പുകളും LED ബൾബുകളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് തന്നെയാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഭാഗത്താണ്. ഡോറിന്റെ പാറ്റേൺ വന്നിട്ട് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ലെങ്തി ആയിട്ടുള്ളൊരു ബാത്റൂം നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഫ്ലോറിലൊക്കെ വന്നിട്ട് കോപ്പർ കളറുള്ള ടൈലും വോളിലൊക്കെ വന്നിട്ട് വൈറ്റ് കളറിൽ ചെറിയ ഡിസൈൻ വരുന്ന ടൈലുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം തന്നെ ജെറൈഡയാണ്. ഇവിടെ നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ കൊടുത്തിട്ടാണ് ബാത്റൂം ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞു വീണ്ടും നമ്മൾ ലിവിംഗ് സ്പേസ് ഈ ഭാഗത്തായിരുന്നു. അവിടെ നിന്ന് നമ്മൾ നേരെ വരുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ്. നമുക്കൊരു 6 പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡൈനിങ് സ്പേസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ഡൈനിങ് സ്പേസിന്റെ നേരെ റൂഫിലേക്ക് നോക്കുവാണെങ്കിൽ കാണാം പാനലിംഗ് വർക്കുകളും LED സ്ട്രിപ്പുകളും LED ബൾബുകളും ഒക്കെ കൊടുത്തിട്ട് ഭംഗിയായിട്ടാണ് റൂഫിലുള്ള വർക്കുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ വയറിംഗ് സ്വിച്ചസ് ഒക്കെ നോക്കുവാണെങ്കിൽ ഫിനോലെക്സിലും ലെഗ്രാൻഡിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് സ്പേസ് നമ്മൾ കണ്ടു. അവിടെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് വാഷ് ഏരിയ വരുന്നത്. മൾട്ടിവുഡിൽ തന്നെയാണ് ആ ഒരു ചെറിയ ബോക്സ് പോലെ ചെയ്തിട്ട് വാഷ് ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സെറേഡയാണ് വാഷ് ബേസിൻ. താഴെ ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഏറ്റവും താഴെ മൾട്ടിവുഡ് കൊണ്ട് കബോർഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. മുകളിൽ മിററും ലൈറ്റ് ഫിറ്റിംഗും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് സ്പേസിൽ ഞാൻ നിൽക്കുന്നതിന്റെ നേരെ ബാക്ക് സൈഡിൽ നിങ്ങൾക്ക് ഒരു ഗ്ലാസ് ഡോർ കാണാം. നമുക്ക് ഇതുപോലെ സ്ലൈഡ് ചെയ്ത് നീക്കാവുന്ന ഈ ഒരു ഗ്ലാസ് ഡോർ തുറന്ന് നമ്മൾ ഇറങ്ങുന്നത് ഇവിടുത്തെ പാഷു ഏരിയയിലേക്കാണ്. ചെറിയൊരു പാഷു ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ബ്രിക്ക് മോഡലുള്ള ഭംഗിയായിട്ടുള്ള ടെക്സ്ചർ വർക്കാണ് ബോർഡിൽ ചെയ്തിരിക്കുന്നത്.
CNC കട്ടിംഗ് ഉള്ള ഒരു ഡോർ നിങ്ങൾ കണ്ടു. നമ്മൾ വീടിന്റെ ഫ്രണ്ട് എലവേഷൻ കണ്ട സമയത്ത് ഈ ഡോറിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ഡൈനിങ് സ്പേസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് ഇങ്ങനെ ഒരു ഏരിയ ഉണ്ട്. രണ്ട് സൈഡും കവർ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ പ്ലാന്റ്സ് ആണ് വെച്ചിരിക്കുന്നത്. നമുക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ പ്ലാന്റ്സ് മാറ്റിയിട്ട് അവിടെ ചെയർ ഒക്കെ ഇട്ട് ഇരിക്കാനും പറ്റിയ നല്ലൊരു ഏരിയ തന്നെയാണ്. കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഡൈനിങ് സ്പേസ് നമ്മൾ കണ്ടു. നമുക്കിനി ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം, ടോട്ടൽ ഇതൊരു 4 BHK ഹൗസ് ആണ്. ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. സ്റ്റെപ്പിന്റെ മുകളിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ ഒരു ചെറിയ വുഡൻ വർക്ക് കൊടുത്തിട്ടുണ്ട്. അതിനുള്ളിലൊക്കെ ഇതുപോലെ ഭംഗിയായിട്ടുള്ള ചെറിയ ഡിസൈൻ വെച്ചിട്ട് ഇതുപോലെ ഓപ്പൺ ഷെൽഫാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയൊക്കെ നമുക്ക് പ്ലാന്റ്സോ ചെറിയ ഡോൾസോ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. നമുക്കിനി ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം എങ്ങനെയാണെന്ന് നോക്കാം. ഡോറിന്റെ പാറ്റേൺ ഒക്കെ സെയിം ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് 12-10 ഫീറ്റിലാണ് ഈ കാണുന്ന ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. നേരെ വരുന്ന വോളില് 2 സിംഗിൾ വിൻഡോസും ഇവിടെ 3 വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട ബെഡ്റൂമിന്റെ പോലെ തന്നെ പാനലിംഗ് വർക്കുകളും ചെറിയ രീതിയിൽ ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. വാർഡ്രോബ് വരുന്നത് ഈ ഒരു ഭാഗത്താണ്. സെയിം കളർ കോമ്പിനേഷനിൽ മൾട്ടിവുഡിൽ തന്നെ ഡ്രസ്സിംഗ് ടേബിൾ കൂടി അറ്റാച്ച് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂമും ചെയ്തിരിക്കുന്നത്. ഡോറുകളുടെയൊക്കെ പാറ്റേൺ സെയിം ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഡാർക്ക് ആൻഡ് ഗ്രേ കളറിലുള്ള ടൈലുകളുടെ കോമ്പിനേഷൻ ആണ് ഇവിടെ വരുന്നത്. ഈ ഒരു ബാത്റൂമിൽ നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷനോട് കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ മുകളിലൊക്കെ നോക്കിയാൽ കാണാം, നേരത്തെ ബാത്റൂമിലും ഇവിടെയാണെങ്കിലും മുകളിലൊക്കെ LED സ്ട്രിപ്പുകളൊക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഡൈനിങ് സ്പേസിലേക്ക് വരുന്ന സമയത്ത് ഇവിടെയായിട്ടാണ് ഓപ്പൺ കിച്ചന്റെ എൻട്രൻസ് വരുന്നത്. ഓപ്പൺ കിച്ചന്റെ എൻട്രൻസ് നോക്കിക്കോളൂ. ഈ ഹൈറ്റിൽ കാണുന്ന സ്ലാബ് വന്നിട്ട് ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റ് ആണ്. ഇവിടെ എല്ലാം തന്നെ നമുക്ക് PVC പാനലിങ്ങുകൾ കിട്ടുന്നുണ്ട്. മുകളിലും താഴെയുമായിട്ട് നമുക്ക് നല്ല രീതിയിൽ ക്രോക്കറി ഷെൽഫ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മുകളിലൊക്കെ ഗ്ലാസ് ഡോറിലും ഇവിടെ ഡ്രോസ് വരുന്നുണ്ട്. താഴെയുമൊക്കെ ഒരുപാട് സാധനങ്ങൾ സൂക്ഷിക്കാനായിട്ട് നമുക്ക് സ്പേസ് കിട്ടുന്നുണ്ട്. നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിച്ചന്റെ സ്ഥാനം വരുന്നത്. വടക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് കിച്ചന്റെ സ്ഥാനം വരുന്നത്. ഇവിടെ നമുക്കൊരു 3-4 പേർക്ക് നിന്ന് മാനേജ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്പേസ് ആണ് കിച്ചണകത്ത് കിട്ടുന്നത്. കിച്ചൺ കബോർഡ്സിന്റെ ആ ഒരു കളറൊക്കെ നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ട് ഗ്രീനും വൈറ്റും കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. മൾട്ടിവുഡ് തന്നെ ചെയ്തിട്ട് PVC ലാമിനേഷനോട് കൂടിയിട്ട് വളരെ ഭംഗിയായിട്ടാണ് എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. നമുക്കിവിടെ ഓൾറെഡി ഒരു ചിമ്മിണി കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 3 വിൻഡോസ് നിങ്ങൾക്ക് അവിടെ കാണാം. അതിന്റെ താഴെയായിട്ടാണ് സിങ്ക് വിത്ത് പൈപ്പ് കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഈ കാണുന്ന ഈ ഒരു കൗണ്ടറിന്റെ താഴെ അടിയിലൊക്കെ നോക്കുവാണെങ്കിലും ഇവിടെ എല്ലാം തന്നെ നിറയെ കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ധാരാളം സ്റ്റോറേജ് സ്പേസ് ഇവിടെ എല്ലാം കിട്ടുന്നുണ്ട്. കിച്ചണിൽ നിന്ന് നമ്മൾ നേരെ ഇറങ്ങുന്നത് വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. രണ്ട് സൈഡിൽ നമുക്ക് ഡോറുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തൊക്കെ നോക്കിയാൽ ഗ്രാനൈറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. അതിന്റെ താഴെ നമുക്ക് ഷെൽഫുകളായിട്ടൊക്കെ തിരിച്ചിട്ടുണ്ട്. ഇവിടെയാണ് സിങ്ക് വിത്ത് പൈപ്പ് കണക്ഷൻ വരുന്നത്. ടോപ്പിലും എല്ലാം കവർ ചെയ്ത് സേഫ് ആയിട്ടാണ് വർക്ക് ഏരിയ ചെയ്തിരിക്കുന്നത്. വർക്ക് ഏരിയയിൽ നിന്ന് നമുക്ക് എഗെയിൻ ഇങ്ങനെ ഒരു ഡോർ ഉണ്ട്. ഇത് നമുക്ക് കവർ ചെയ്തിട്ടുള്ള ചെറിയ പോർഷൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ എന്തെങ്കിലും സാധനങ്ങളൊക്കെ സൂക്ഷിക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്തും എക്സ്ട്രാ ഒരു സ്പേസ് കിട്ടുന്നുണ്ട്. സേഫ് ആയിട്ട് തന്നെ കവർ ചെയ്തിട്ടാണ് ഈ ഒരു ഏരിയയും ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ മുകളിലേക്ക് വരുന്ന സമയത്ത് ഹാൻഡ് റൈൽസ് ഒക്കെ നോക്കിക്കോളൂ. വളരെ ഭംഗിയായ ഡിസൈനിലാണ് ഹാൻഡ് റൈൽസ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തുള്ള വോള് കംപ്ലീറ്റ് ആയിട്ട് നല്ല ഡിസൈൻ ഉള്ള ഒരു വാൾ പേപ്പർ ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു ചെറിയ ഷോ ലൈറ്റ് ഉണ്ട്. നേരെ റൂഫിൽ നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ടൊരു ഷാൻഡിയർ വരുന്നുണ്ട്. അതുകൂടാതെ റൂഫിൽ ചെറിയ LED സ്ട്രിപ്പുകളുമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ മുകളിലേക്ക് വരുന്ന സമയത്ത് ഇവിടേക്ക് നമുക്കൊരു ചെറിയ പാസേജ് പോലെ ഒരു ഭാഗം വരുന്നുണ്ട്. ഇവിടേക്ക് വരുന്ന സമയത്ത് ഒന്നാമത്തെ മുകളിലത്തെ നോക്കുവാണെങ്കിൽ ഒന്നാമത്തെ, ടോട്ടൽ നോക്കുവാണെങ്കിൽ മൂന്നാമത്തെ ബെഡ്റൂം ആണ് നമ്മൾ കാണാൻ പോകുന്നത്. സ്റ്റെപ്പ് കയറി വന്നിട്ട് വളരെ വിശാലമായ വേറൊരു ഏരിയ നിങ്ങളെ കാണിച്ചു തരാനുണ്ട്. ഈ ഒരു ഏരിയ കവർ ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. സ്റ്റെപ്പ് കയറി നേരെ ലെഫ്റ്റ് തിരിഞ്ഞു. ഇവിടെ വരുമ്പോൾ മൂന്നാമത്തെ ബെഡ്റൂം ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ബെഡ്റൂമുകളൊക്കെ അത്യാവശ്യം നല്ല വലിപ്പം കൊടുത്തിട്ടാണ് 13-10 ഫീറ്റിലാണ് ഈ കാണുന്ന ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഈ ഒരു വോളിൽ 2 വിൻഡോസും ഇവിടെ 3 വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. റൂഫിലാണെന്നുണ്ടെങ്കിലും ആവശ്യത്തിന് മാത്രമുള്ള വർക്കുകളും LED ലൈറ്റ് ഫിറ്റിംഗ്സും LED സ്ട്രിപ്പുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. വാർഡ്രോബ് വരുന്നത് ഈ ഒരു ഭാഗത്താണ്. വൈറ്റ് ആൻഡ് വുഡൻ കളർ കോമ്പിനേഷനിലാണ്. നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഡ്രസ്സിംഗ് ടേബിൾ കൂടെ അതിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഡോറുകളുടെ പാറ്റേൺ എല്ലാം സെയിം ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. താഴെ നമ്മൾ കണ്ട 2 ബാത്റൂമുകളും വന്നിട്ട് നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷനോട് കൂടിയിട്ടാണ് ചെയ്തിരുന്നത്. ഈ ഒരു ബാത്റൂമും അതേപോലെ തന്നെ വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഗ്ലോസി ആയിട്ടുള്ള ടൈലാണ് വോളിൽ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ മുകളിൽ നോക്കിയാൽ കാണാം LED സ്ട്രിപ്പ് ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയായിട്ടാണ് ബാത്റൂമുകൾ ചെയ്തിരിക്കുന്നത്.
മൂന്നാമത്തെ ബെഡ്റൂമിൽ നിന്ന് ഞാൻ ഇറങ്ങി ഈ ഒരു പാസേജിൽ നിൽക്കുന്ന സമയത്ത് നേരെ റൂഫിൽ നോക്കുവാണെങ്കിൽ കാണാം പാനലിംഗ് വർക്കുകളും LED സ്ട്രിപ്പുകളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ നമുക്ക് നമ്മളൊരു ഷാൻലിയർ അവിടെ കണ്ടിരുന്നു. നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ കുറച്ചും കൂടി അടുത്തത് വിസിബിൾ ആണ്. നല്ല ഭംഗിയായിട്ട് കളർ ചേഞ്ചിങ് വരുന്ന രീതിയിലുള്ള യെല്ലോ ആൻഡ് പിങ്ക് കോമ്പിനേഷനിലാണ് ഭംഗിയുള്ള ഒരു ഷാൻലിയർ അവിടെ അങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങി എന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് ഒരു ഡോറ് കാണാം. അത് വന്നിട്ട് നമ്മുടെ ബാൽക്കണിയിലേക്കുള്ള ഡോറാണ്. ബാൽക്കണി നോക്കുവാണെന്നുണ്ടെങ്കിൽ വളരെ വലിയൊരു ഏരിയ തന്നെയാണ് ബാൽക്കണിക്ക് ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഹാൻഡ് റൈൽസ് ഒക്കെ നമ്മുടെ സ്റ്റെപ്പിന്റെ കടന്നു വരുന്ന സെയിം ഹാൻഡ് റൈൽസ് തന്നെയാണ് എല്ലായിടത്തും കൊടുത്തിരിക്കുന്നത്. മുകൾ ഭാഗത്ത് നല്ല രീതിയിൽ LED സ്ട്രിപ്പുകൾ കൊണ്ടുള്ള ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ താഴെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു വർക്കുകളൊക്കെ വിസിബിൾ ആണ്. ക്ലാഡിംഗ് സ്റ്റോൺസിന്റെ ആ ഒരു പില്ലർ തന്നെയാണ് ഇവിടേക്കും കണ്ടിന്യൂ ചെയ്തു വരുന്നത്. ഇവിടെ നിൽക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് ഉള്ള വില്ലകൾ നിങ്ങൾക്ക് കാണാം. നല്ലൊരു വില്ല പ്രൊജക്ട് ആണ്. ഒരുപാട് ആളുകൾ താമസിക്കുന്ന നല്ലൊരു ഏരിയയിലാണ് ഈ കാണുന്ന വീടും സ്ഥിതി ചെയ്യുന്നത്. നമ്മളിപ്പോ നേരെ ബാൽക്കണിയിൽ നിന്ന് അകത്തേക്കാണ് കയറിയിരിക്കുന്നത്. ഈ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് കയറി വന്നത്. അവിടെയായിട്ട് നമ്മളൊരു ബെഡ്റൂം കണ്ടു. നമ്മളുടെ മെയിൻ അപ്പർ ലിവിംഗ് സ്പേസ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ഏരിയ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. സോഫ സെറ്റീസ്, കോർണർ സോഫ സെറ്റീസ് എല്ലാം ഇട്ട് വളരെ ഭംഗിയായിട്ടാണ് അപ്പർ ലിവിംഗ് സ്പേസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 3 വിൻഡോസ് വരുന്നുണ്ട്. TV വെക്കാനായിട്ട് ഈ ഭാഗത്ത് മൾട്ടിവുഡിൽ നല്ലൊരു അറേഞ്ച്മെന്റുമാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിലൊക്കെ വാൾപേപ്പർ ഒട്ടിച്ചിട്ടുണ്ട്. താഴെ ധാരാളം കബോർഡ് സ്പേസും നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ നേരെ റൂഫിൽ നോക്കിയാലും കാണാം നല്ല രീതിയിൽ പാനലിംഗ് വർക്കുകൾ വരുന്നുണ്ട്. LED സ്ട്രിപ്പുകൾ, LED ബൾബുകൾ എല്ലാം കൊടുത്തിട്ട് നല്ല ലക്ഷറി ആയിട്ട് തന്നെയാണ് ഇവിടുത്തെ ലൈറ്റ് ഫിറ്റിംഗ്സും റൂഫിലുള്ള വർക്കുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ ഫൈനൽ ആൻഡ് ഫോർത്ത് ബെഡ്റൂം ആണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് 4ാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ഒരു ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 12-10 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വോളിൽ സിംഗിൾ വിൻഡോസ് 2 ഇവിടെ 3 വിൻഡോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. റൂഫിൽ നോക്കിയാൽ സിമ്പിൾ ആയിട്ടുള്ള ചെറിയ വർക്കും LED സ്ട്രിപ്പും LED ബൾബുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. വാർഡ്രോബ് വരുന്നത് ഈ ഭാഗത്താണ്. സെയിം കളറിലും സെയിം മെറ്റീരിയലിലൊക്കെ തന്നെ ഇവിടെയും നമുക്ക് ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം വന്നിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ്. 4ാമത്തെ ബാത്റൂം നോക്കുവാണെങ്കിലും വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ വരുന്നുണ്ട്. ഇവിടുത്തെ ടൈലുകളും സെയിം കോമ്പിനേഷൻ തന്നെയാണ്. നല്ല ഗ്രേ കളറിലാണ് വരുന്നത്. മുകളിലൊക്കെ LED സ്ട്രിപ്പുകളൊക്കെ കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെയാണ് ബാത്റൂമിൽ എല്ലാ സൗകര്യങ്ങളും നമുക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 4ാമത്തെ ബെഡ്റൂം നമ്മൾ കണ്ടു കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഇവിടുത്തെ അപ്പർ ലിവിംഗ് സ്പേസിന്റെ ഏരിയയിലേക്ക് വരുമ്പോൾ നമുക്കിനി ഫൈനലി ആൻഡ് ലാസ്റ്റ് നമുക്ക് കാണാനുള്ളത് ഇവിടുത്തെ യൂട്ടിലിറ്റി സ്പേസ് ആണ്. ഈ ഒരു ഡോർ തുറന്ന് നമ്മൾ യൂട്ടിലിറ്റിയിലേക്ക് വരുമ്പോൾ ഇതൊരു റൂം എന്ന് വിളിക്കുന്നതായിരിക്കും നല്ലത്. കാരണം കംപ്ലീറ്റ് ആയിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ട് ചെയ്തിരിക്കുന്ന റൂമാണ് യൂട്ടിലിറ്റിക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ സൈഡിലായിട്ട് നമുക്കൊരു ഓപ്പണിംഗ് വരുന്നുണ്ട്. നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനായിട്ട് ഇവിടെയാണ് അറേഞ്ച്മെന്റ് എല്ലാം. പൈപ്പ് കണക്ഷൻ, വേസ്റ്റ് വാട്ടർ ലൈൻ എല്ലാം കൊടുത്തിരിക്കുന്നത്. ഈ ഡോർ തുറന്നാൽ മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് ആണ്. ടെറസ് വന്നിട്ട് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെട്ട വീട് നോക്കുവാണെങ്കിൽ എറണാകുളം ജില്ലയിലെ കാക്കനാടിനടുത്ത് തേവയ്ക്കലിനും ഇൻഫോ പാർക്കിനും ഒക്കെ അടുത്തായിട്ടാണ്. തേവയ്ക്കലേക്ക് നമുക്ക് എളുപ്പത്തിൽ എത്താം, ഇൻഫോ പാർക്കിലേക്ക് ഈസി ആയിട്ട് എത്താം. രണ്ടിന്റെ മിഡിലായിട്ടാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. നല്ല വലിയൊരു വില്ല പ്രൊജക്ടിനകത്താണ് ഈ ഒരു വീട് വരുന്നത്. ഒരുപാട് വീടുകൾ സെയിലായി ആളുകൾ താമസമായതാണ്. ഈ ഒരു വീടാണ് നമുക്കിനി കംപ്ലീറ്റ് വർക്കുകൾ കഴിഞ്ഞ് സെയിലിന് കിടക്കുന്നത്. വില്ലയുടെ ഫ്രണ്ടിൽ കൂടെ പോകുന്ന റോഡ് നോക്കുവാണെങ്കിൽ 4.5 മീറ്റർ വീതിയുള്ള നല്ലൊരു റോഡാണ് നമുക്ക് പോകുന്നത്. വീട് നോക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീടിന്റെ ഫ്രണ്ടിൽ 2 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. കിണർ വെള്ളമുണ്ട്. ഓപ്ഷനായിട്ട് വേണമെങ്കിൽ നമുക്ക് പൈപ്പ് വെള്ളം എടുക്കാം. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നല്ല വലിയ ബെഡ്റൂമുകളും എല്ലാ ബാത്റൂമുകളും അറ്റാച്ച്ഡ് തന്നെയാണ്. 4 ബെഡ്റൂമുകളുടെയും എല്ലായിടത്തും വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷനോട് കൂടിയിട്ടുമാണ് ചെയ്തിരിക്കുന്നത്. എല്ലാ സൗകര്യങ്ങളും അടുത്താണ്. ഹോസ്പിറ്റൽ ഫെസിലിറ്റി ഉണ്ട്, സ്കൂളുകളുണ്ട്, എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരുടെയും ആരാധനാലയങ്ങളുണ്ട്. നല്ലൊരു സ്ഥലത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസ്, അതുപോലെ വയറിംഗ്, കേബിൾ എല്ലാം നോക്കുവാണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ തന്നെയുള്ള മെറ്റീരിയൽ ഒക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കുവാണെങ്കിൽ 4 സെന്റ് 100 ലിങ്സിലാണ് വീട് ചെയ്തിരിക്കുന്നത്. 2000 സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത്. വർക്ക് ഏരിയ ഉൾപ്പെടുത്താതെയാണ് 2000 സ്ക്വയർ ഫീറ്റ് വരുന്നത്. 4 ബെഡ്റൂമിന്റെ വീടാണ്. ഓണർ ചോദിക്കുന്ന പ്രൈസ് 90 ലക്ഷം രൂപയാണ്. 4.1 സെന്റ് ലാൻഡിൽ 2000 സ്ക്വയർ ഫീറ്റിൽ 4 BHK ആയിട്ട് ചെയ്തിരിക്കുന്ന ഈ വീടിന് ഓണർ ചോദിക്കുന്ന പ്രൈസ് 90 ലാക്സ് ആണ്. 90 ലക്ഷം എന്നുള്ള ഇതിന്റെ പ്രൈസ് തീർച്ചയായിട്ടും നെഗോഷ്യബിൾ ആണ്. ഓണറുമായിട്ട് നിങ്ങൾക്ക് നേരിട്ടിരുന്ന് സംസാരിച്ച് നിങ്ങളുടെ നെഗോഷ്യബിൾ എമൗണ്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് കുറച്ച് നല്ലൊരു റേറ്റിന് ഈ കാണുന്ന വീട് മാർബിൾ ഹോംസിലൂടെ സ്വന്തമാക്കുന്നതാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും എല്ലാ സഹായങ്ങളും ഞങ്ങൾ ചെയ്തു തരുന്നതാണ്. നമ്മൾ ഒന്നിച്ചിരുന്നിട്ട് ഓണറുമായി സംസാരിച്ച് നല്ല നെഗോസിയേഷൻ പ്രൈസിൽ വീട് സ്വന്തമാക്കാവുന്നതാണ്. ഏത് ബാങ്കിൽ നിന്ന് വേണമെങ്കിലും ലോൺ അറേഞ്ച് ചെയ്ത് തരാനും മാർബിൾ ഹോംസ് തയ്യാറാണ്. ഇതുപോലുള്ള മനോഹരമായ വീടുകളുടെ വിശേഷങ്ങളുമായി ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.